ഞാൻ പറയുക, അത് ഒന്നാമത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞു വഇദാ ദഅാക ഫഅജിബുഹു, അവൻ നിന്നെ ക്ഷണിച്ചാൽ നീ ഉത്തരം കൊടുക്കണം. എന്തിനാണ് ക്ഷണിക്കുന്നത്? പണ്ഡിതന്മാർ പറഞ്ഞു രണ്ടാലൊരു കാര്യം. ഒന്നുകിൽ അവൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ക്ഷണിച്ചതാവും, അവനെ സഹായിക്കാൻ, അവനൊരു ഹെൽപ്പ് ചോദിച്ചുകൊണ്ട് അവൻ ക്ഷണിച്ചതാവും. എങ്കിൽ നിനക്ക് തടസ്സമില്ല എങ്കിൽ നീ അതിന് ചെന്നു കൊടുക്കണം. അവൻ നിന്നെ ക്ഷണിച്ചാലെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവന് വല്ല സഹായം ചോദിച്ചു വന്നതാവും, എങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നീ അവന് ചെന്നു കൊടുക്കണം. ചിലപ്പോൾ ഒരു സാക്ഷി നിൽക്കാനാവും, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഇടപാടിൽ കൂടെ പോകാൻ, ഒരു ധൈര്യത്തിന് പോകാനാവും, അല്ലെങ്കിൽ ഒരു യാത്രയിൽ അവനെ കൂടെ കൂട്ടാനാവും. എനിക്ക് മറ്റ് തടസ്സങ്ങളില്ല എങ്കിൽ ഞാൻ അതിന് ചെല്ലണം. അതിൽപ്പെട്ട മറ്റൊന്നാണ് അവനെ സദ്യക്ക് വിളിച്ചാൽ, ഭക്ഷണത്തിന് വിളിച്ചാൽ, വിവാഹ സദ്യക്കോ മറ്റോ ആയി അവനെ വിളിച്ചാൽ, അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും, അതൊരു വൈകുന്നേര ചായക്ക് വിളിച്ചാലും തടസ്സമില്ലെങ്കിൽ അവൻ ചെല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ നിർദ്ദേശത്തിൽ ഉൾക്കൊണ്ടതായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതും എന്തിനാണ്? ഈ സ്നേഹബന്ധം നിലനിൽക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പരസ്പരം ക്ഷണിക്കാറുണ്ട്, ക്ഷണിക്കാൻ പ്രേരിപ്പിച്ചിട്ടുമുണ്ട്. അതിനൊരു വലിയ പരിപാടിയും വലിയ ജോറന പരിപാടിയിലേക്ക് മാത്രമുള്ള കാര്യമില്ല. ഒരു ചെറിയ വിരുന്നിനാണ് വിളിച്ചതെങ്കിലും അതിലേക്ക് ചെന്നു കൊടുക്കണം. അത് ഈ സ്നേഹബന്ധം നിലനിൽക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഈ സ്നേഹബന്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതറിയിച്ചതാണ്. ഇത് വളരെ ഗൗരവത്തോടെ ഇസ്ലാമിക ഭരണ പ്രദേശങ്ങളിൽ വരെ നിലനിർത്തിയത് കൊണ്ടാണ് കാളിയെ ചായക്ക് പിടിച്ചാൽ പോകരുത് എന്ന് പറഞ്ഞത്. ജഡ്ജിനെ ഒരു കേസ് നിലനിൽക്കവേ അയാൾ ചായക്ക് പിടിച്ചാൽ കാളി അയാളുടെ ചായക്ക് പോകരുത് എന്നാണ്. അത് സ്വാധീനിക്കുമെന്നത് കൊണ്ടാണ്. അതെന്ത് ജഡ്ജിയുടേത് പോകരുത് എന്നൊരു വിധി വരാൻ കാരണം സാധാരണഗതിയിൽ ഇതൊരു ശീലമാക്കിക്കൊള്ളണം എന്ന നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. സാധാരണഗതിയിൽ ഇതൊരു ശീലമാക്കണം. സ്നേഹബന്ധം നിലനിർത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷണിക്കുക എന്നതും, ക്ഷണിച്ചാൽ തടസ്സമില്ലെങ്കിൽ ഉത്തരമേകുക എന്നതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ഈ ക്ഷണിത്തിന് ഉത്തരം നൽകുക എന്നതിൻ്റെ അർത്ഥം ഭക്ഷണം കഴിക്കുക എന്നില്ല. ഒരാൾക്ക് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ തടസ്സമുണ്ടാവാം, അയാളുടെ ശാരീരികമായ പ്രശ്നം കാരണം, അല്ലെങ്കിൽ അയാൾക്ക് നോമ്പുള്ളത് കാരണം, അങ്ങനെ പല കാരണത്താലും ഒരാൾക്ക് ഭക്ഷണം കഴിക്കുന്നതിന് തടസ്സമുണ്ടാവും. അപ്പം തന്നെ ക്ഷണിച്ചയാളോട് എനിക്കന്ന് നോമ്പുണ്ട് എന്നറിയിക്കുകയും അയാൾക്കതിൽ വിരോധമില്ല, നിങ്ങളൊന്ന് വന്നാൽ മതി എന്നാണെങ്കിൽ അയാൾ നോമ്പ് മുറിക്കാതെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകിയവനാണ്. നോമ്പ് മുറിക്കേണ്ട ആവശ്യമില്ല. അതേസമയം അന്നത്തെ ആ പരിപാടിയിൽ ഞാൻ അയാളുടെ അരികിൽ ഭക്ഷണം കഴിക്കൽ തന്നെ അവിടുത്തെ മസ്ലഹത്തിനും കാര്യത്തിനും അത്യാവശ്യമാണെങ്കിൽ അയാൾ ആ വിളിക്കുത്തരമേകാൻ നോമ്പ് മുറിച്ച് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണം. അത് ആ വിളിച്ചവൻ്റെ